IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിനിടെ അമ്പയറിംഗ് വിവാദം. ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റർ ഡെവാൾഡ് ബ്രേവിസിന് റിവ്യൂ നിഷേധിച്ചതാണ് അമ്പയറിംഗ് വിവാദത്തിന് കാരണം. റിവ്യൂ നൽകാനുള്ള സമയം കഴിഞ്ഞുവെന്നായിരുന്നു അമ്പയറുടെ വാദം. എന്നാൽ ടെലിവിഷൻ സ്ക്രീനിൽ റിവ്യൂവിനുള്ള സമയം കാണിച്ചിരുന്നില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. മത്സരത്തിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ 17ാം ഓവറിലാണ് സംഭവം. റോയൽ ചലഞ്ചേഴ്സിൻ്റെ ലുങ്കി എങ്കിടി എറിഞ്ഞ ഓവറിൽ നേരിട്ട ആദ്യ ബോളിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റർ ഡെവാൾഡ് ബ്രേവിസ് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി. റോയൽ ചലഞ്ചേഴ്സ് താരങ്ങളുടെ LBW അപ്പീലിന് അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു. എന്നാൽ അമ്പയറുടെ ഈ തീരുമാനത്തിൽ സംശയം പ്രകടിപ്പിച്ച ബ്രേവിസ് സഹതാരം രവീന്ദ്ര ജഡേജയുമായി സംസാരിച്ച ശേഷം തേർഡ് അമ്പയറുടെ റിവ്യൂ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടു. എന്നാൽ സമയം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് അമ്പയർ നിതിൻ മേനോൻ ബ്രേവിസിൻ്റെ റിവ്യൂ തീരുമാനം വിലക്കുകയായിരുന്നു. ഈ സമയം റിവ്യൂവിനുള്ള 15 സെക്കൻഡ് സമയം സ്ക്രീനിൽ തെളിഞ്ഞിരുന്നുമില്ല. പിന്നീട് ടെലിവിഷൻ റീപ്ലേകളിൽ ബ്രേവിസ് ഔട്ടിലെന്ന് വ്യക്തമാവുകയായിരുന്നു. ഇതോടെ അമ്പയറുടെ തീരുമാനത്തെ എതിർത്ത് സഹതാരം രവീന്ദ്ര ജഡേജ ഉൾപ്പെടെ രംഗത്തെത്തി. പക്ഷേ ആദ്യ പന്തിൽ തന്നെ റൺസൊന്നും എടുക്കാതെ മടങ്ങാനായിരുന്നു ബ്രേവിസിൻ്റെ വിധി. കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ സമയം കഴിഞ്ഞിട്ടും മുംബൈ ഇന്ത്യൻസ് താരം രോഹിത് ശർമ്മയ്ക്ക് റിവ്യൂ അനുവദിച്ചതും ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്. മുകേഷ് അംബാനിയുടെ ടീമിന് മാത്രമാണോ സമയം കഴിഞ്ഞും റിവ്യൂ എടുക്കാൻ കഴിയുകയെന്നാണ് ആരാധകരുടെ ചോദ്യം. ഡെവാൾഡ് ബ്രേവിസിൻ്റെ ആ പുറത്താകൽ ചെന്നൈക്ക് വലിയ തിരിച്ചടിയായി. ക്രീസിലെത്തിയ MS ധോണിക്കും കാര്യമായൊന്നും ചെയ്യാനായില്ല.